അപ്പോൾ നമ്മൾ ഓരോ വണ്ടിയും കഴിയുമ്പോൾ നമ്മൾ ഓരോ വണ്ടിയും അമലിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക. അതാണ്ട് ഇത് സെവിൻ്റെ പജേറാണ്. ടോട്ടൽ 3 ബീറ്റിലും നമുക്ക് അവിടെ വെച്ച് റിവീൽ ചെയ്യാം. അത് ചെയ്തു, ഡിസ്ക് ചെയ്തു, പിന്നെ ഇത് പവർ സ്റ്റിയറിംഗ്, പവർ ബ്രേക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബീറ്റിൽ. എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ലാട്ടോ, പക്ക കറക്റ്റ്. ഭയങ്കര ലൈറ്റ്സും പിന്നെ അതുപോലെ തന്നെ ബാക്കിലത്തെ ഇതുണ്ടോ, എൻജിൻ സൈഡ് ഉണ്ടോ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ്, ഒരു വർക്ക്ഷോപ്പ്. സംഭവം വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊരു ബീറ്റിലുണ്ട്, നമ്മുടെ വോൾസ്വാഗൻ ബീറ്റിൽ 1963 മോഡലാണ്. അപ്പം ഈ ഇതേ ടൈപ്പ് വണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിൽ കിടപ്പുണ്ട്. നമ്മുടെ ഹെർബി പോലെ പണിയാൻ വേണ്ടി അവിടെ കയറ്റിയേക്കുവാണ്. അപ്പം ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു RC ബീറ്റിലാണ്. അപ്പോൾ ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. കറക്റ്റ് എങ്ങനെയാണ് ഒറിജിനൽ ബീറ്റിൽ ഓടിക്കുന്നത് ആ രീതിയിലാണ് ഇതിൻ്റെ സസ്പെൻഷനും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു ബോക്സാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം കളറും ഏകദേശം ഒരു ആഷ് കളറാണ്. നിങ്ങൾക്ക് ഈ പെട്ടിക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഈ ഒരു പെട്ടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് 1/12 സ്കെയിൽ മോഡലാണ്. അതുപോലെ തന്നെ ഈ വണ്ടി ഒരു ടോയ് ഗ്രേഡാണ്. കാരണം ഒരു ഹോബി ഗ്രേഡ് ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊന്നും എത്തിയില്ല. പക്ഷേ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കരധികം ഡീറ്റെയിലിംഗ് ആണ്. അതുപോലെ ഈ ഒരു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും പിന്നെ എൻജിൻ ക്യാബിനും റിയർ എൻജിനും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ബോണറ്റും ബാക്കി അങ്ങനെ കുറേ കാര്യങ്ങൾ എത്തി ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും ഒറിജിനൽ ബീറ്റിൽ എങ്ങനെയാണോ ആ രീതിയിലാണ് ഈ വണ്ടി സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ വോൾസ്വാഗൻ ബീറ്റിലാണ്. എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വോൾസ്വാഗൻ ബീറ്റിൽ. അപ്പം ഏകദേശം ഒരു 15 വർഷം ഈ ഒരു വണ്ടിക്ക് പഴക്കമുണ്ട്. ഇതൊരു 2010 മോഡലാണ്. ഇതിന് ഇൻറ്റീരിയേഴ്സൊക്കെ ഭയങ്കര രസമാണ്. ഒരു സർക്കിൾ ഷേപ്പിലാണ്, മൊത്തത്തിൽ ഒരു ബബിൾ ഷേപ്പാണ് ഈ ഒരു വണ്ടിക്ക്. അപ്പോൾ നമ്മളിപ്പം അമലിൻ്റെ വർക്ക്ഷോപ്പിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ RC ബീറ്റിലും ഒറിജിനൽ ബീറ്റിലും റിവീൽ ചെയ്യാം. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല നമ്മുടെ ഹെർബി. അപ്പോൾ അത് ഏകദേശം 5-8 മാസമായിട്ട് നമ്മൾ ഒരു പ്രോജക്റ്റ് ഹെർബി പോലെ പണിതുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ടൈം എടുക്കും. എനിക്ക് തോന്നുന്നു ഈ വർഷം എന്തായാലും നമുക്കത് ഇറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ 2 ബീറ്റിലും നമ്മുടെ ഈ ഒരു ബീറ്റിലും കൂടെ കൂട്ടി ടോട്ടൽ 3 ബീറ്റിലും നമുക്ക് അവിടെ വെച്ച് റിവീൽ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ അമലിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു വീടിൻ്റെ പുറകിലാണ് അമലിൻ്റെ ഗ്യാരേജ്. അധികം പേർക്ക് ഒന്നും അറിയത്തില്ല, പലരും ചോദിക്കാറുണ്ട് അമലിൻ്റെ ഗ്യാരേജ് എവിടെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത് റിവീൽ ചെയ്യാൻ പോവാണ്. കുറേ വണ്ടികൾ അവിടെ കിടപ്പുണ്ട്, പജേറോയും പിന്നെ എസ്റ്റീമും അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും പോയി ഇറങ്ങി നോക്കാം. അപ്പോൾ നമ്മുടെ 2 ബീറ്റിൽ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഈ ഒരു ബീറ്റിലുമായിട്ട് നമുക്ക് അമലിൻ്റെ വർക്ക്ഷോപ്പിൽ പോകാം. അപ്പം ഇതേ സെയിം ബീറ്റിൽ നമ്മുടെ ആ ഗ്യാരേജ് കിടപ്പുണ്ട്. അപ്പം നമുക്ക് അതെന്തായാലും നോക്കാം അതിൻ്റെ അപ്ഡേറ്റ് എന്തായെന്ന്. ഇവിടെ കുറേ വണ്ടികൾ കിടപ്പുണ്ട്, എല്ലാം അമൽ പണിത് സെറ്റാക്കണം. അപ്പോൾ നമ്മൾ ഓരോ വണ്ടിയും കഴിയുമ്പോൾ നമ്മൾ ഓരോ വണ്ടിയും അമലിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക. അതാണ്ട് ഇത് സെവിൻ്റെ പജേറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് എന്തെങ്കിലും ചെറിയ പണി കാണും, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ. അപ്പോൾ ഇതാണ് അമലിൻ്റെ വർക്ക്ഷോപ്പ്. ഇതാണ്ട് അവിടെ അമൽ ഇരിപ്പുണ്ട്, മെക്കാരിൻ. ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ 2 ബീറ്റിലിന് വേണ്ടിയാണ്. ഒരു പജേറോ കിടപ്പുണ്ട് ഫുള്ള്. ഇത് മറ്റേ ടോയ് ഗ്യാരേജൊക്കെ പോലെ ഉണ്ട് കേട്ടോ. 2 SS80 അടിപൊളി നമ്മുടെ വണ്ടി. 2 വോൾസ്വാഗൻ ബീറ്റിൽ 1963. അപ്പം ഇതിൻ്റെ അകത്ത് കുറേയധികം പണികളുണ്ട്. എന്തൊക്കെ സംഭവങ്ങളാണ് ചെയ്യുന്നത് അമലിനോട് തന്നെ ചോദിക്കാം. 2 സസ്പെൻഷനൊക്കെ വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്നേക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് അമലിനാട്ടോ ഈ ഒരു ബീറ്റിലിറക്കാൻ വേണ്ടി. കാരണം ഇതിൻ്റെ പുറകെ രാവിലെ 2 മണി വരെ പുള്ളി ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സംഭവം, എന്തൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് എനിക്കൊന്നും അറിയത്തില്ല. അമൽ പറയുന്നത് വെച്ചാൽ അടിപൊളിയായിട്ട് സാധനം കയ്യിൽ റെഡിയാക്കി തരും. പക്ഷേ അതെല്ലാം സർപ്രൈസ്. കുറേ ഞാൻ പറയാത്ത കുറേ കാര്യങ്ങൾ പുള്ളി ചെയ്ത് വെക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അമൽ ചെയ്യുന്നത് ഇതിനകത്ത്? ഇപ്പം ചെയ്യാൻ പറ്റും, നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ മൊത്തം മാറ്റിയിട്ടുണ്ട്. അതായത് ഈ പഴയ സസ്പെൻഷനിൽ എന്തായാലും ഓടിക്കാൻ പാടായിരിക്കും. ഓക്കെ, വണ്ടി ഒന്ന് ചെരിഞ്ഞൊക്കെ കേട്ടെ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് മൊത്തം മാറ്റി നമ്മൾ ഇതിനകത്ത് റോഷൻ ബാറാണ് വരുന്നത്. നമ്മൾ മാറ്റിയിട്ട് മറ്റേ കോയിൽ സ്പ്രിങ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് ലോവർ ചെയ്തിട്ടുണ്ട്. ആ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കംഫർട്ട് ആയിരിക്കും കേട്ടോ. പിന്നെ ഡിസ്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് ഡിസ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ചെയ്തു, ഡിസ്ക് ചെയ്തു. പിന്നെ ഇത് പവർ സ്റ്റിയറിംഗ്, പവർ ബ്രേക്ക്. ഓക്കെ, അടിപൊളി. പിന്നെ അതുപോലെ നമ്മുടെ ഈ ലൈറ്റ് ഹെർബി പോലെ ആക്കുമല്ലേ, അത് വർക്ക് നടന്നോണ്ടിരിക്കും. അത് മോട്ടർ വെച്ചിട്ട് നമുക്ക് ഈ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ? അത് പിന്നെ നമ്മൾ റാലി സീറ്റ് ആക്കാൻ പോവാം. റാലി സീറ്റ് ഇന്റീരിയർ റോൾ ഗേജ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ പെർഫോമൻസ് വൈസ് നമ്മൾ എന്തായാലും അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് കാരണം നമുക്ക് ബ്രേക്ക് 4 അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ഡിസ്ക് 4 ഡിസ്കാ. ഓക്കെ,
പിന്നെ ടയർ നമുക്ക് ഒരു സ്പോർട്ടി രീതിയിലാണ്. ഇതാണ് നമ്മുടെ ടയർ. അപ്പൊ എന്നിട്ട് ഡിസ്ക് എനിക്ക് ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിമ്മാണ് വരുന്നത്. പിന്നെ കുറെ വേറെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? അത് ഇന്ത്യയിൽ നമ്മൾ പക്ക സ്റ്റോക്ക് ആയിട്ട് തന്നെ വെച്ചിട്ട് പെർഫോമൻസിന്റെ ബേസിൽ സസ്പെൻഷനും ബ്രേക്കിംഗ് ഓക്കെ. പിന്നെ നമ്മളെല്ലാം ഒന്നേന്ന് ഉണ്ടാക്കി എടുക്കുമല്ലോ. കാരണം ഈ വണ്ടി കിട്ടിയ ടൈമിൽ നമുക്ക് കുറെ സംഭവങ്ങൾ ഭയങ്കര വണ്ടി ഓടുമ്പോൾ കാണുമ്പോൾ ആൾക്കാർ കുഴപ്പമില്ല. പക്ഷെ ലൈക്ക് ഇങ്ങനെ ചെറിയ കുലുക്കവും പിന്നെ അതുപോലെ തന്നെ ഓയിൽ ലീക്കും അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ അതെല്ലാം ഒന്ന് പക്ക ഒരു സ്മൂത്ത് ആൻഡ് ക്ലീൻ സ്പെക്ക് വണ്ടി ഇത് എനിക്ക് കുറെ പാർട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നു. പിന്നെ സെവിനാണ് UK കുറെ നമുക്ക് ഇതിന്റെ ആക്സസറീസും ലീഡിങ്ങും അങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ടുതന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞൊരു ഫ്രഷ് ലുക്കിലാണ്. അപ്പൊ ഈ വർഷം ഇറങ്ങും നമ്മള്. അപ്പൊ ഈ വർഷം എന്തായാലും ഇറങ്ങും ഉറപ്പായിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ വണ്ടി ഇറക്കുമ്പോൾ അതിനു മുമ്പ് ഇതിന്റെ കുറെ അപ്ഡേഷൻസ് ഉണ്ട് പണിയുന്നതിന്റെ, ബാക്കി ഇതിന്റെ ഇറങ്ങുന്ന സ്റ്റേജിലുള്ള കുറെ കാര്യങ്ങളെല്ലാം. പിന്നെ അതുപോലെ തന്നെ പെയിന്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഒരു വൈറ്റ് പോലത്തെ ഒരു ഹെർബി ലുക്കിലുള്ള സംഭവങ്ങൾ. അപ്പൊ നമുക്ക് അതിന് അപ്പൊ ഈ വണ്ടിയുടെ അപ്ഡേറ്റ് പിന്നെ പറയാം. നമ്മൾ വന്നേക്കാൻ നമ്മുടെ ഒറിജിനൽ അല്ല 1/12 RC കാർ, നമ്മുടെ 1/12 RC കാർ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ എനിക്കൊന്ന് അമലിന് കുറെ ഐഡിയ കിട്ടും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പൊ ഇതിന്റെ കൂടെ എന്തായാലും തുറന്നു നോക്കാം. അടിപൊളിയാണല്ലോ. എങ്ങനെയുണ്ട് വണ്ടി? അടിപൊളി ലുക്കല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി ഒന്ന് പുറത്തെടുത്ത് വെക്കാം. എന്നിട്ട് നമ്മുടെ ഹെർബിയായിട്ട് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ബീറ്റിൽ. എങ്ങനെയുണ്ട്? കറക്റ്റ് ഭയങ്കര ലൈറ്റ്സും പിന്നെ അതുപോലെ തന്നെ ബാക്കിലത്തെ ഇതുണ്ടോ എൻജിൻ സൈഡ് ഉണ്ടോ ഭയങ്കര ഡീറ്റെയിലിംഗ് അല്ലേ നമ്മുടെ വണ്ടിയുടെ പോലെ തന്നെ കറക്റ്റ്. പിന്നെ അതുപോലെ തന്നെ ഡോർസ് കാണിക്കേ കറക്റ്റ് ഇതുണ്ടോ ഡോർ ഓപ്പൺ ആവുക. പിന്നെ അതുപോലെ തന്നെ സീറ്റ്സ് ഉണ്ടോ കറക്റ്റ്. പിന്നെ അതുപോലെ തന്നെ ഗിയർ കറക്റ്റ് ലോക്കാ. രണ്ട് ഇതുണ്ടോ ഇതുണ്ടോ സ്റ്റിയറിംഗ് ഒക്കെ ഭയങ്കര ഡീറ്റെയിലിംഗ് അല്ലേ. പിന്നെ ഫ്രണ്ട് ബോണറ്റ് തുറക്കാം. ഇവിടെയാണ് ഇത് ബാറ്ററി ബാക്കിയുള്ളതെല്ലാം കറക്റ്റ്. എൻജിൻ ബോണറ്റൊക്കെ ഇതുണ്ടോ മറ്റേ ടയറൊക്കെ ഭയങ്കര ഡീറ്റെയിലിംഗ് അല്ലേ. ഇത് ഓടുന്ന കാണാൻ ഭയങ്കര രസമായിരിക്കും. ലോക്കാക്കാം. പിന്നെ ഇതുണ്ടോ മെറ്റീരിയൽ കറക്റ്റ്. ഇതിൻ്റെ ശരിക്കും ഒറിജിനൽ വണ്ടിയുടെ ഡോർസ് ഇതുപോലെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇത്ര ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടത്തെ എനിക്ക് തോന്നുന്നു ഇത് റൂഫ് ഇല്ല, അത് ഒട്ടിച്ചേക്കുക. ഓപ്പൺ അല്ല. ഇതിന് എങ്ങനെയുണ്ട് സസ്പെൻഷൻ എങ്ങനെയുണ്ട് ശരിക്കും? ബാക്ക് ഇവിടെ നോക്കുക രണ്ട് കറക്റ്റ് ഇത് കറക്റ്റ് ആ വീട്ടിൽ സെയിം സസ്പെൻഷൻ ആട്ടോ. ആണോ? ബൈക്കിലെ അതുകൊണ്ടോ മറ്റേ ഇങ്ങനെ ഒരു തവളയൊക്കെ കിടക്കുന്ന പോലെ അല്ലേ? അത് നൈസാ കറക്റ്റ് സെയിം ഗിയർ ബോക്സ് ആ സെയിം. ശരിക്കും നമ്മുടെ വണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ ഒരു ഇതായിരിക്കും. അടിപൊളി. എന്തായാലും ഇത് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഇതിൻ്റെ അകത്തൊരു ബാറ്ററി ഉണ്ട്. ബാറ്ററി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഓണാക്കി. പിന്നെ രണ്ട് റിമോട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിമോട്ട്. ഓക്കെ. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഇത് വിളിച്ചോ. രണ്ട് ആക്സിലേറ്റർ കണ്ടോ ടയറ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കാണിച്ചു തരാം. ഓടിക്കാം. കറക്റ്റ് ബീറ്റിൽ പോകുന്ന പോലെ തന്നെ ഉണ്ട്. എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല. അടിപൊളി സാധനം. ഭയങ്കര രസമില്ലേ? ഒരെണ്ണം മേടിച്ചാലോ? ഒറിജിനൽ ഓടിക്കോ. പിന്നെ എന്തിനാ പഴയത്? അല്ല ചെറുത്. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ സെറ്റ് ചെയ്തേക്കാണ്. ഈ സെയിം സസ്പെൻഷൻ ഇതിൽ. കറക്റ്റ് അല്ലേ? സ്പ്രിംഗ് ആക്കിയിട്ടുണ്ടെന്നുള്ളൂ. ബാക്കി മറ്റേ ലീഫും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ. ആ ടോർഷൻ ബാർ സെറ്റപ്പ് തന്നെ കറക്റ്റ് അല്ലേ? ഫ്രണ്ടിൽ നോക്കുമ്പോൾ അത് തന്നെ. രണ്ട് ആ ടയർ വെച്ചേക്കുന്ന സ്പേസ് അല്ലേ ഇവിടെ? കറക്റ്റ് പക്ക അല്ലേ? സത്യം. ഇവിടെ ഇരിക്കട്ടെ. രണ്ട് ഈ ഡോറ് പോലെ ആണ്ട് ഈ വണ്ടിയുടെ ഡോറ് പോലെ ഓർക്കാൻ പറ്റുമല്ലോ. രണ്ട് ഇത്രയും സാറിന് ഇത്രയും അങ്ങനെ നോർമലി അടിപൊളി.
അപ്പം ഇപ്പം കണ്ടേക്കുന്ന ഒരു മോഡൽ എന്ന് വെച്ചാൽ 1963 ബീറ്റിലാണ്. ഇത് ഈ കാണുന്നത് 1963 ബീറ്റിലാണ്. പക്ഷേ നമ്മളിപ്പോൾ ചെയ്ത് ഇറക്കാൻ പോകുന്ന വേറൊരു ടൈപ്പ് ബീറ്റിലല്ലേ. അത് നമ്മളിപ്പോൾ ഈ വണ്ടിയിൽ എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകണേ. ഇപ്പോൾ ഇതിൻ്റെ അത് ശരിക്കും പറഞ്ഞാൽ പക്ക സ്റ്റോക്കാണ്, ഇതും സ്റ്റോക്കായ. പക്ഷേ ഇപ്പോൾ ഇനി അടുത്ത കൺവേർഷൻ നമ്മൾ ഈ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകണേ. ഇതിനകത്ത് നമ്മൾ സസ്പെൻഷൻ മൊത്തം അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ടൈപ്പ് സസ്പെൻഷൻ അല്ല, അതായത് മൊത്തം കോയിൽ സ്പ്രിങ്. ഇതിനകത്ത് ടോർഷൻ ബാർ. രണ്ടാമത് നമുക്ക് മാറണമെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, ശരിക്കും നമ്മുടെ ഈ ടോർഷൻ ബാറായിട്ട് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി അല്ല അതിനകത്ത്. ഒരു സൈഡ് താന്ന് കിടക്കും, ചിലപ്പോൾ അതിനകത്ത് മില്ലിങ്ങിലെല്ലാം വർക്ക് ചെയ്യുന്നത് തേയ്മാനം ഉണ്ടാവും. നമ്മുടെ ഈ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ അന്ന് മില്ലിങ് ഒരു സൈഡ് താന്ന് കിടക്കുമായിരുന്നു. മൊത്തത്തിൽ ഇങ്ങനെ ലാലേട്ടനെ പോലെ സാധനം മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റത്തില്ല, വൃത്തിയായിട്ട് ഓടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, തന്നെ ബ്രേക്ക് അപ്ഗ്രേഡ് ചെയ്യാന്ന് വിചാരിച്ചാൽ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്ത് ബ്രേക്ക് പോയി. ഏത് നമ്മുടെ വണ്ടിയുടെയോ? എന്നിട്ട് ഞാൻ കേരളത്തിൽ നിന്ന് തിരിച്ചു പോകുന്നു. അത് കാരണം ഞാൻ ഫുള്ള് ബ്രേക്ക് അപ്ഗ്രേഡ് ചെയ്തതാണ്. ഓക്കെ, ബ്രേക്ക് മറ്റേ എല്ലാം 4 ഡിസ്കാക്കി ചെയ്യാൻ. ഓക്കെ, പിന്നെ സാധനം കിട്ടാനില്ല. പിന്നെ നമ്മൾ AC നമുക്ക് കയറ്റാം അല്ലേ? AC ചെയ്യുന്നുണ്ട്, കാരണം ചൂടൊന്നും ഇല്ലാതെ തന്നെ നല്ല കൂളായിട്ട് പോകാം. പിന്നെ അതുപോലെ തന്നെ ഹെർബിയുടെ പോലെ തന്നെ ബമ്പേഴ്സ് അങ്ങോട്ട്, ഹെഡ്ലൈറ്റും. പിന്നെ വേറെ കുറേ സർപ്രൈസ് എലിമെൻറ്റ്സ് ഇവൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ബീറ്റിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കറണ്ട് പോയി, അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ്. കറണ്ട് വന്നു കേട്ടോ, കറക്റ്റ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ എന്തായാലും കിഡ്ലിൻ ഹെർബിയുടെ ഒക്കെ വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരുന്നതാണ്. ഇതിൻ്റെ അപ്ഡേഷൻ ഉടനെ വരും. ഈ ഹെർബിയിൽ പോകുന്ന വേറെ ഫീലായി കേട്ടോ. ഈ സാധനം ഇങ്ങനെ അതായത് ഇങ്ങനെ ലോവറൊക്കെ ചെയ്ത് ഏതെങ്കിലുമൊക്കെ കടയുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഇട്ട് ഉറപ്പായിട്ടും വേറെ ലെവൽ വണ്ടിയായിരിക്കും. എന്തായാലും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. നമ്മൾ ഉറപ്പായിട്ടും ആ രീതിയിൽ പണിതിറക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ വീണ്ടും പോവുകയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തായാലും കുറച്ച് മെയിൻ റോഡിൽ കൂടെ ഒക്കെ ഒന്ന് ഓടിച്ചു നോക്കാം. പിന്നെ നമ്മുടെ ഓഫീസിൻ്റെ അവിടെ സംഭവം ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ, കാണാനും ഭയങ്കര രസമുണ്ട്. നമ്മുടെ വീട്ടിലോട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പുതിയ മോഡലും പഴയ മോഡലും ലൈറ്റ്സൊക്കെ, ഇതൊക്കെ ഒരു പോർഷെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റാണ്. ഇതിൻ്റെ ഒരു പക്ക വിൻറ്റേജ് ലുക്ക്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു ഡിസൈനാണ്, പഴയ ഡിസൈൻ. കാണാൻ ഭയങ്കര ക്യൂട്ടല്ലേ. ബാക്ക് ഒന്ന് നോക്കാം. വോൾസ്വാഗൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു ഡിസൈനൊക്കെ ഉള്ള വണ്ടികൾ ഇപ്പോൾ ഇറങ്ങുമായിരുന്നെങ്കിൽ ഭയങ്കര ഡീറ്റെയിലിംഗ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം.